നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ലാസിക് ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഞാൻ ലാസിക് ശസ്ത്രക്രിയയെക്കുറിച്ച് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടികളാണെങ്കിലും ശരി, അഡൽട്സ് ആണെങ്കിലും ശരി, നമ്മളുടെ ഇവിടെ ഐ ഫൗണ്ടേഷനിൽ വന്നിട്ട് കണ്ണാടി മാറ്റണം, ലാസിക് ശസ്ത്രക്രിയ ചെയ്യണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഞാനിവിടെ ഈ ലാസിക് ശസ്ത്രക്രിയയെ കുറിച്ച് സംസാരിക്കും. ആദ്യം നിങ്ങൾ അറിയേണ്ടുന്നത് എന്താണ്, ലാസിക് ശസ്ത്രക്രിയ എന്നാൽ എന്തെന്ന് തന്നെയാണ്. ഇവിടെ ഈ ലാസിക് ശസ്ത്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലേസർ ഉപയോഗിച്ച് നമ്മളുടെ കണ്ണിന്റെ പവർ മാറ്റുക എന്നുള്ളതാണ്. ആ പവർ മൈനസ് പവർ ആകാം, മയോപ്പിയ അഥവാ ഷോർട്ട് സൈറ്റ് എന്ന് പറയും, പ്ലസ് പവർ അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ, അതിനെ നമ്മൾ ചിലർ ഫാർ സൈറ്റഡ്നെസ് എന്ന് പറയാറുണ്ട്, പിന്നെ അസ്റ്റിഗ്മാറ്റിസം. അങ്ങനെ കുട്ടികൾ തൊട്ട് അഡൽട്സ് വരെ ഉള്ള പവറുകൾ നമ്മൾ ഈ ലാസിക് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാറുണ്ട്. ഇനി 40 വയസ്സ് കഴിഞ്ഞാൽ വെള്ളെഴുത്ത് വരാറുണ്ട്. അപ്പോൾ അവരും നമ്മളുടെ അടുത്ത് പറയാറുണ്ട്, വി ഓൾസോ ഹാവ് ദ റൈറ്റ് ടു ലിവ് വിത്തൗട്ട് ഗ്ലാസസ്. നമ്മൾക്ക് കണ്ണാടി ഇല്ലാതെ ജീവിക്കണം, എനിക്ക് ടെന്നീസ് കളിക്കുമ്പോൾ കണ്ണാടി വെക്കാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറും ഇപ്പോൾ ഐ ഫൗണ്ടേഷനിൽ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് മോണോവിഷൻ കറക്ഷൻ. സോ ബേസിക്കലി ഒരു ലേസർ ഉപയോഗിച്ച് കണ്ണിൻ്റെ പവറിനെ കംപ്ലീറ്റായി മാറ്റുന്നതിനാണ് ലാസിക് ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഇതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്താണ്? ഏജ് തന്നെയാണ്. 18 വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടിക്ക് മാത്രമേ നമ്മളിത് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. 18 വയസ്സിന് താഴെ ഒരു ഡോക്ടറും ഈ പ്രൊസീജിയർ ചെയ്ത് തരില്ല. അപ്പോൾ 18 വയസ്സ് കഴിയണം എന്നുള്ളതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. അത് 21 വയസ്സിനാണെങ്കിൽ അത്രയും നല്ലത്. സോ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? കണ്ണിന് വേറെ രോഗങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കണ്ണിന്റെ പോളയ്ക്ക് വരുന്ന രോഗങ്ങളുണ്ട്, മീബോമൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുണ്ടാകാൻ പാടില്ല. ഡ്രൈനസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാൻ പാടില്ല. 3, കൃഷ്ണമണിക്ക് തന്നെ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഷേപ്പിനായിരിക്കും വ്യത്യാസം, ചിലപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന കണ്ണിന്റെ കൃഷ്ണമണിയിൽ ഉണ്ടാകുന്ന മുറിവുകൾ കാരണം ചിലപ്പോൾ സ്കാറുകൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കാറുണ്ട്. ഇനി ഒരു കോൺടാക്ട് ലെൻസ് വെയറർ ആണെങ്കിൽ, കോൺടാക്ട് ലെൻസ് അതായത് കണ്ണാടി ഒട്ടും വെക്കാൻ താല്പര്യപ്പെടാത്ത ചില കുട്ടികളുണ്ട്. അവർക്ക് കോൺടാക്ട് ലെൻസ് ആണ് പലപ്പോഴും നമ്മൾ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു രോഗിയാണ് നമ്മളുടെ അടുത്ത് വരുന്നതെങ്കിൽ അവര് ഡെഫിനറ്റ്ലി കോൺടാക്ട് ലെൻസ് റിമൂവ് ചെയ്ത് ഒരു 2 to 4 വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മളുടെ അടുത്ത് വരുവാൻ പറയാറുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾക്ക് ഞാൻ പറഞ്ഞു, മൈനസ് പവറിനെ കുറിച്ചും പ്ലസ് പവറിനെ കുറിച്ചും എല്ലാം പറഞ്ഞു, പല പല കാരണങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞെങ്കിലും ഇവർക്കെല്ലാം നമ്മൾ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അത് ആദ്യം എന്താ ചെയ്യണേ? നമ്മൾക്ക് ഇവരിൽ എത്രമാത്രം പവർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആ പവർ കറക്റ്റ് കണ്ടുപിടിക്കുന്നതിന്റെ ടെസ്റ്റിനാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയും. അപ്പൊ ആ റിഫ്രാക്ഷൻ വഴി പവർ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു രോഗി ലാസിക് ചെയ്യുവാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് നമ്മൾ അടുത്ത ടെസ്റ്റാണ് ടോപ്പോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? കോർണിയയുടെ സ്കാൻ ആണ്. അപ്പോൾ ആ കോർണിയയുടെ സ്കാൻ നമ്മൾക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം ഇതിന്റെ വാല്യൂസ് ആണ് നമ്മൾ ഈ ലാസിക് മെഷീനിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത്. സോ ഒരു കോൺടാക്ട് ലെൻസ് വെയറർ ആണെങ്കിൽ, കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ, ആ കോൺടാക്ട് ലെൻസ് ഡെഫിനറ്റ്ലി കോർണിയയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. ആ വ്യതിയാനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ലാസിക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടില്ല. അപ്പോൾ അവര് കോൺടാക്ട് ലെൻസ് കംപ്ലീറ്റ് ആയി മാറ്റി വെക്കണം. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നിട്ടാണ് നമ്മൾ ടോപ്പോഗ്രാഫി ചെയ്ത് അവരുടെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കും. സോ ഞാനിപ്പോൾ ടോപ്പോഗ്രാഫിയെ കുറിച്ച് പറഞ്ഞു. ഈ ടോപ്പോഗ്രാഫിയിൽ നിന്നും നമ്മൾക്ക് പല അറിവുകളും കൃഷ്ണമണിയെ കുറിച്ച് അല്ലെങ്കിൽ നേത്രപടലത്തിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ പറ്റും. അതെന്തൊക്കെയാണ്? നമ്മൾക്ക് ലാസിക് ചെയ്യണമെങ്കിൽ
കൃഷ്ണമണിക്ക് ഒരു തിക്നെസ് ആവശ്യമാണ്. ആ തിക്നെസ് നമ്മൾക്ക് ഡിസൈഡ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ലാസിക് ശസ്ത്രക്രിയ ആയിരിക്കില്ല പറയുന്നത്. അവർക്ക് വേറെ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ കൃഷ്ണമണിയുടെ തിക്നെസ് ആണ് ഒന്ന്. 2 സാജിറ്റൽ സ്കാൻ എന്ന് പറയും, അതായത് ആ കൃഷ്ണമണിയുടെ അല്ലെങ്കിൽ നേത്രപടലത്തിന്റെ കർവേച്ചർ. പിന്നെ ഉള്ളത് എന്താണ്, നമ്മൾക്ക് ആന്റീരിയർ ഫ്ലോട്ട് അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഫ്ലോട്ട്, ഇത് രണ്ടിൻ്റെയും വാല്യൂസും ആവശ്യമാണ്. സോ നമ്മളിങ്ങനെ ടോപ്പോഗ്രാഫി എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സർജറി ആ രോഗിക്ക് വേണ്ടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് രോഗി തന്നെയാണ് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ, രോഗിയുടെ കൺവീനിയൻസ് അനുസരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് യൂഷ്വലി പല ആൾക്കാർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ വരാറുള്ളത്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുക, പ്രൊസീജിയർ എത്ര സമയം എടുക്കാറുണ്ട്? സോ മാക്സിമം ഇതൊരു മഹാസംഭവമോ അല്ലെങ്കിൽ ഒരു വലിയ സർജറിയോ മേജർ സർജറിയോ ഒന്നുമല്ല. മാക്സിമം ഇറ്റ് ടേക്സ് ഇസ് ഓൺലി അബൌട്ട് 5 minutes. ഒരു 5 മിനിറ്റ് മുതൽ ചിലപ്പോൾ മാക്സിമം ഒരു 10 മിനിറ്റ് വരെ പോകാം. അപ്പോൾ രോഗി വരുന്ന സമയം മുതൽ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ മെഷീനിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു ഗ്രീൻ ബ്ലിങ്കിങ് ലൈറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ആ രോഗി നമ്മൾ വരുമ്പോൾ തന്നെ ആ രോഗിയുടെ അടുത്ത് നമ്മൾ ആ ഗ്രീൻ ബ്ലിങ്കിങ് ലൈറ്റിലേക്ക് നോക്കുവാൻ പറയും. സോ ഇത് ആ ഗ്രീൻ ബ്ലിങ്കിങ് ലൈറ്റിൽ നിന്നും കണ്ണാടി എടുക്കാണ്ട് രോഗി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ഒരു മേജർ ഫാക്ടറായിട്ടുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രോഗിക്ക് യൂഷ്വലി ഒരു 100% കറക്ഷൻ തന്നെയായിരിക്കും കിട്ടുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ, അതായത് ലാസിക് ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ രോഗി പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കണ്ണിട്ട് തിരുമുവാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മളുടെ കൈയോ അല്ലെങ്കിൽ വേറൊരാളുടെ കൈ ആക്സിഡൻ്റലി കണ്ണിലേക്ക് വരാനോ ഒന്നും പാടില്ല. കണ്ണിൽ വെള്ളം, ഒരു തുള്ളി പോലും വെള്ളം വീഴാൻ അനുവദിക്കരുത്. ഇതെല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാകും. പിന്നെ നമ്മൾ ഈ ലാസിക് ശസ്ത്രക്രിയയിൽ ഒരു ചെറിയ ഫ്ലാപ്പ് ലിഫ്റ്റ് ചെയ്യാറുണ്ട്. ആ ഫ്ലാപ്പിന് ചെറിയ മൂവ്മെൻറ്റ്സ് പോലും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് കൈ ഈ കണ്ണിൽ തട്ടാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ മരുന്നൊഴിക്കുന്നത് വളരെ കൃത്യമായി റിലീജിയസ് ആയി നിങ്ങൾ, അതായത് രോഗി ഒരു 6 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് ഒഴിക്കാൻ ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതിന് മുടക്കം വരുത്താൻ പാടില്ല. സോ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംശയം, രോഗിക്ക് എപ്പോ കോളേജിൽ പോകാം അല്ലെങ്കിൽ ജോലിക്ക് പോകാം? ഞാൻ ഓൾറെഡി പറഞ്ഞു 2 തരത്തിലുള്ള ശസ്ത്രക്രിയ ഉണ്ട്. അതിൽ ഓപ്റ്റിലാസിക് ആണെങ്കിൽ ഒരു 2 മണിക്കൂറത്തേക്ക് രോഗിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, എന്തോ കണ്ണിൽ കിടക്കുന്ന പോലെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു കരട് വീണ ഫീലിംഗ്. ഫെംറ്റോലാസിക് ആണെങ്കിൽ രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ പോകാം. പിറ്റേ ദിവസം രാവിലെ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ, ലൈഫ് ഫൗണ്ടേഷനിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ, സ്കൂൾ ഗോയിങ് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ആണെങ്കിൽ അവർക്ക് കോളേജിലേക്ക് പോകാം. വർക്കിംഗ് ആണെങ്കിൽ അവർക്ക് വർക്കിന് പോകാം. ഒരു പ്രശ്നവും ഉണ്ടാകില്ല. സോ ഓരോ ശസ്ത്രക്രിയയെ പറ്റിയും ഞാൻ ഡീറ്റെയിൽഡായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. മറക്കാതെ കാണുക.